വളരെ ചുരുക്കം സിനിമകളിൽ മണിയുടെ കൂടെ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മഞ്ജുവിന് അത്രയേറെ പ്രിയപ്പെട്ട ആളുകളിൽ ഒരാൾ തന്നെയായിരുന്നു കലാഭവൻ മണി. മഞ്ജു വാര്യരുടെ ആദ്യ ഭർത്താവ് ദിലീപിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന മണി ഇരുവരുടെയും വിവാഹത്തിന് മുൻകൈയെടുത്തതും കൂടെ ഉണ്ടായിരുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന് സംഭവിച്ച ഈ ഒരു കാര്യം തനിക്ക് സഹിക്കാനായില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അതുല്യ പ്രതിഭയാണ് കലാഭവൻ മണി. സോഷ്യൽ മീഡിയയിൽ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രത്തോളം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. താരത്തിന്റെ മരണത്തിന് പിന്നാലെ ഒട്ടനവധി അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു. പല നടന്മാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഒടുവിൽ കരൾ സംബന്ധമായ അസുഖമാണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ CBI കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. മരണം മണിയെ തട്ടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറ ഏറ്റവും അധികം ആഘോഷിക്കുന്ന താരങ്ങളിൽ ഒരാൾ അദ്ദേഹമായിരുന്നുവെന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോഴത്തെ കലാഭവൻ മണിയുടെ പഴയൊരു അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. താൻ അഭിനയിച്ച ഏതാനും ചില കഥാപാത്രങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത്. ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള ഏതാനും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മീനത്തിൽ താലികെട്ട്, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷങ്ങൾ ഉദാഹരണമാണ്. കരുമാടിക്കുട്ടൻ തീർത്തും അങ്ങനെയെന്ന് പറയാനാകില്ല. അത് നല്ല ആരോഗ്യമുള്ള കഥാപാത്രമായിരുന്നുവെന്ന് കലാഭവൻ മണി പറഞ്ഞു. മീനത്തിൽ താലികെട്ടിൽ കഥാപാത്രം ഭയങ്കര രസമാണ്. അച്ഛനായ ജനാർദ്ദനൻ ചേട്ടനോട് പറയുന്ന ഡയലോഗൊക്കെ ഹിറ്റാണ്. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായനിലും അതുപോലെ തന്നെ. മീനത്തിൽ താലികെട്ടിലെ ആദ്യ സീൻ തന്നെ നന്നായി ആസ്വദിച്ചാണ് ചെയ്തത്. ഭക്ഷണം കഴിക്കാനായി വീട് മൊത്തം തപ്പുകയും അവസാനം തലയുടെ മുകളിലൂടെ അരിപ്പൊടിയും പാട്ടയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൂടി വീണിട്ട് പ്രത്യേക തരത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു രംഗമാണതെന്നും കലാഭവൻ മണി പറയുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ എന്റെ കഥാപാത്രത്തിന്റെ ഒരു കൈ തളർന്നതാണ്. ഒരു പാട്ട് രംഗത്ത് മണിയമ്പിള്ള ചേട്ടൻ വന്ന് എന്നെ അടിക്കുന്ന സീനാണ്. ശരിക്കും ചങ്കുപൊട്ടി അഭിനയിച്ച രംഗമായിരുന്നു അത്. ആ സീൻ കണ്ടപ്പോൾ മണിച്ചേട്ട ഭയങ്കര വിഷമം തോന്നി. മണിച്ചേട്ടന്റെ അഭിനയം കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് മഞ്ജു വാര്യരും പറഞ്ഞിരുന്നു. ശരിക്കും അന്നു മുതലെയാണ് സീരിയസ് ആയിട്ടുള്ള കുറച്ച് വേഷങ്ങൾ എന്നെ തേടി എത്താൻ തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആ കഥാപാത്രമൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയാണ് അഭിനയിച്ചതെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ കൂട്ടിച്ചേർത്തിരുന്നു. കലാഭവൻ മണി തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നത് യൂട്യൂബിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആരാധകർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.